തുർക്കിയിൽ വന്നിട്ട് ഇത് 6ാമത്തെ ദിവസമാണ്. ഇനി നമ്മൾ പോകുന്നത് അന്റാലിയയ്ക്കാണ്. കപ്പഡോക്യയിൽ നിന്ന് അന്റാലിയയ്ക്കൊരു 12 മണിക്കൂർ ട്രാവൽ ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ ഏകദേശം രാത്രിയാണ് അവിടെ എത്തിയത്. അത് കഴിഞ്ഞ് മോർണിംഗിലെ ഹോട്ടൽ വ്യൂ ആണിത് കാണുന്നത്. ശേഷം അവിടുത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അന്റാലിയ ടൗൺ ട്രിപ്പ് എടുക്കുകയാണ് ചെയ്തത്. കുറച്ച് വാട്ടർഫോൾസൊക്കെ കവർ ചെയ്യാം, അതുപോലെ തന്നെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പാക്കേജായിരുന്നു. ഹോട്ടലുകാർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പാക്കേജാണ് ഇത്. ആ പാക്കേജിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോകുന്നതാണ്. ഡ്യൂഡൻ വാട്ടർഫോൾ എന്ന് പറയുന്ന വാട്ടർഫോളാണ് നമ്മൾ കാണുന്നത്. നേരിട്ട് വെള്ളച്ചാട്ടം കടലിലേക്കാണ്. കാണുമ്പോൾ നല്ല മനോഹരമായിട്ട് തോന്നും. അതുപോലെ തന്നെ ഒരു സേഫ്റ്റി എടുക്കേണ്ടതുണ്ട്. വളരെ ചെറിയ ഒരു എന്താ പറയുക ഡിസ്റ്റൻസ് ആണ്. ഡയറക്റ്റ് കാണാനെല്ലാം നല്ല ഭംഗിയുള്ള ഒരു വാട്ടർഫോൾ തന്നെയാണ്. അവിടെ വെച്ച് നല്ല ഫോട്ടോസും അതുപോലെ തന്നെ നല്ലൊരു അനുഭവമായിരുന്നു. ശേഷം അവർ നമ്മളെ കൊണ്ടുപോകുന്നത് കുറച്ച് സിൽവർ ജ്വല്ലറികളൊക്കെ ആയിട്ടുള്ള ഏരിയയിലേക്കാണ്. ഇപ്പം നമ്മൾ ആ ജ്വല്ലറിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് പർച്ചേസും ചെയ്യാം. നമ്മളിതെല്ലാം കണ്ട് നടന്നു. അതിനുശേഷം കുറച്ച് ക്ലോത്തിൻ്റെ അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഷൂസ്, ബാഗ്സ് അങ്ങനെയൊക്കെയുള്ള ഏരിയസൊക്കെ കൊണ്ടുപോയി. അതെല്ലാം എനിക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോ ഇടാം. ഏകദേശം നമ്മൾ ഇത് 6ാമത്തെ ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു. ഇസ്താംബുളും അതുപോലെ തന്നെ അങ്കാരയും പിന്നെ നമ്മൾ കപ്പഡോക്യയും അതിനുശേഷമാണ് ഇപ്പോൾ അന്റാലിയയിലേക്ക് എത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പോകാനായിട്ടുള്ള ഉദ്ദേശിക്കുന്ന സ്ഥലം പാംകാലയാണ്. ഇത് ഡ്യൂഡൻ ഒരു സെലാലിസി എന്നവർ പറയുന്ന ഒരു വാട്ടർഫോൾ തന്നെയാണ്. ഒരു വലിയൊരു കേവിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി വന്നതിന് ശേഷമുള്ളൊരു വാട്ടർഫോളാണ്. നല്ല മനോഹരമായിട്ട് തോന്നി. നമുക്ക് അവിടെ പോയി കുളിക്കാനൊന്നും സാധിക്കില്ലെങ്കിലും കാണുമ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ രാത്രി അവിടെ ഒരു ഫുഡ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ പോയി കുറച്ച് ഫുഡുകളെല്ലാം കണ്ട് മോർണിംഗിൽ നമ്മൾ ഹോട്ടലിൽ സ്റ്റേ ചെയ്ത സ്ഥലത്തു നിന്നുള്ള ബ്രേക്ക്ഫാസ്റ്റാണിത്. അതെല്ലാം കഴിച്ചുകൊണ്ട് അവിടെ വെച്ച് കുളിക്കാനും സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് കുളിക്കാനൊക്കെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് കടലിലും ചാടി കുളിക്കാനായിട്ടുള്ള ഒരു കടലിനോട് ചേർന്നിട്ടുള്ള ബീച്ചിനോട് ചേർന്നിട്ടുള്ള ഒരു ഹോട്ടലായിരുന്നു. ഈ ഹോട്ടൽ വ്യൂവും അതുപോലെ തന്നെ നമ്മളൊരു ബോട്ടിങ്ങിൻ്റെയും അങ്ങനെയുള്ളതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നെക്സ്റ്റ് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.